നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇപ്പോഴും കനൽ എരിഞ്ഞിട്ടില്ല, ആളിക്കത്തുക തന്നെയാണ്. കാരണം എത്രയെത്ര സിനിമകൾ വന്നു, നമ്മൾ പലതും കാറ്റിൽ പറത്തിയ അസാധാരണ വിജയം എന്ന് പറയും ലോകയിൽ. കാരണം ഈ ലോക സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതൊരു 300 കോടി പടമാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോസിനകത്ത് എല്ലാം പറഞ്ഞതാണ്. വെറും 30 കോടി പ്രൊഡക്ഷൻ കോസ്റ്റായ പടം, 30 കോടിയിൽ നിന്നാണ് 300 കോടി എന്ന് പറയുന്നത്. അതായത് ഇവിടെ താരമല്ല മലയാള സിനിമ ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും മഞ്ഞുമൽ ബോയ്സ് ആയാലും ഒക്കെ വലിയ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ലോക ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം നായിക കല്യാണി പ്രിയദർശനാണ് ഇതിനകത്തെ സൂപ്പർ വിമനായിട്ട് അഭിനയിക്കുന്ന സൂപ്പർ ഹീറോ. അന്നേരം കല്യാണി പ്രിയദർശൻ അഭിനയിച്ചിട്ട് ഈ സിനിമ കണ്ടന്റും ക്വാളിറ്റി വൈസും ടെക്നിക്കൽ വൈസൊന്നും ഒരു രക്ഷയില്ല. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്. ഇത് ക്ലാഷ് ഇട്ടു. ഫഹദ് ഫാസിലിൻ്റെ മോഹൻലാലിൻ്റെ ഗംഭീര ചിത്രം എന്ന് പറയുന്ന ഹൃദയപൂർവ്വത്തിനോടൊപ്പം ക്ലാഷ് ഇട്ടു. മോഹൻലാലിൻ്റെ പടത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നു. അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾ, വിനീത് ശ്രീനിവാസന്റെ പടം, ജിത്തു ജോസഫിന്റെ പടം, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സിനിമകൾ വന്നു. ഒടുക്കം കാന്താര വന്നപ്പോഴും അത്യാവശ്യം കളക്ഷനിൽ ഇത് 25 ലക്ഷം 30 ലക്ഷം കളക്ഷനായിട്ട് പോയി. ഇന്നിപ്പോൾ 300 കോടിയാണ്. ഇത് മലയാളത്തിലെ ആദ്യത്തെ 300 കോടിയോടാണ്. ആദ്യത്തെ 200 കോടി സൂപ്പർ താരത്തിൻ്റെ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മൾ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് ഉള്ളത്. അരുൺ ഡൊമിനിക് എന്ന് പറയുന്ന കപ്പിത്താൻ, അയാളാണ് ഇതിൻ്റെ എല്ലാം. ആ മനുഷ്യനാണ് ഹാറ്റ്സ് ഓഫ്. കാരണം ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആണല്ലോ ഒരു ഡയറക്ടർ. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തരംഗം അമ്പേ പരാജയമായിരുന്ന ചിത്രമാണ്. അമ്പേ പരാജയം. അതിനുശേഷം രണ്ടാമത്തെ സിനിമ ഇത്രയും വലിയ മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ വിജയമായി മാറാൻ അദ്ദേഹത്തിൻ്റെ ഒരു അസാധാരണമായ കാലിബർ ആയിരിക്കണം. ഈ സിനിമയുടെ ടെക്നിക്കൽ ക്രൂ എല്ലാം ഒരു രക്ഷയില്ല. ജെയ്ക്സ് വിജയുടെ മ്യൂസിക് ആയാലും സൗണ്ട് മിക്സിങ്, രാധാകൃഷ്ണൻ്റെ ആയാലും, അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തടങ്ങി ഒരു സിനിമ കിട്ടിയപ്പം മലയാളികൾ അതങ്ങ് എല്ലാവരും, ലോകത്തിലുള്ള എല്ലാ മലയാളികളും എനിക്കൊന്ന് ഒരു വട്ടം കാണാത്തവരായിട്ട് വളരെ അപൂർവമായിരിക്കും, അല്ലെങ്കിൽ കളക്ഷൻ വരുന്നില്ല. എന്തായാലും 300 കോടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സിനിമ, ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് വിറ്റ സിനിമ, ഇങ്ങനെ റെക്കോർഡുകൾ അനവധിയാണ് റെക്കോർഡുകൾ. എന്തായാലും അടുത്ത ഈ റെക്കോർഡ് ഇതിനി ഒരു 10-15 കൊല്ലം നിൽക്കും എന്നൊന്നുമില്ല. യഥാർത്ഥത്തിൽ റെക്കോർഡുകൾ തകർക്കാനുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു റെക്കോർഡുകൾ ഇപ്പോൾ 200 കോടി നേടി ഈ വർഷം 2 ചിത്രങ്ങളുണ്ടായിരുന്നു, എമ്പുരാനും തുടരും. നമ്മൾ വിചാരിച്ചു ഈ സിനിമകൾക്ക് മണ്ടയ്ക്കൊരു സിനിമ വരത്തില്ല. ആരും പ്രതീക്ഷിച്ചില്ല. ഈ ഇതിനകത്ത് കമന്റ് ഇട്ടോ നിങ്ങൾ ധൈര്യമായിട്ട്, ഒരാൾ പോലും പ്രതീക്ഷ കാണത്തില്ല ഈ ലോക ഇത്ര കോടി 300 കോടി 200 കോടി അടിക്കുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. ഒരു കൊച്ചു സിനിമ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ, പ്രീ പബ്ലിസിറ്റി ഒന്നുമില്ല, അഡ്വാൻസ് ബുക്കിംഗ് ഇല്ലാതെ വന്ന് തകർപ്പൻ വിജയം നേടി. അന്നേരം 300 കോടി എന്നുള്ള മാർക്ക് ഇനി ലോകയ്ക്ക് സ്വന്തം. ഇനി അടുത്ത 400 കോടി, അടുത്ത സിനിമ നല്ല കണ്ടന്റും ക്വാളിറ്റിയും ഉള്ള ചിലപ്പോൾ സ്റ്റാറുകളുടെ പടമായിരിക്കാം, അല്ലാത്തൊരു പടമായിരിക്കാം വരുന്നത്, ചിലപ്പോൾ നേടാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോക 2 അതായത് രണ്ടാമത്തെ പാർട്ട് അത്യാവശ്യം നല്ല കണ്ടന്റാണ്, ഓക്കെയാണ് പടമെങ്കിൽ ആ സിനിമ മറ്റൊരു റെക്കോർഡ് ഇടം നേടുമെന്നുള്ളതിൽ സംശയം വേണ്ട. കളക്ഷൻ റെക്കോർഡുകൾ തൂത്തു വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം അതിൻ്റെ പ്രീ ബുക്കിംഗ് തന്നെ നല്ലൊരു കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ലൂസിഫറിൻ്റെ രണ്ടാമത്തെ പാർട്ടായതുകൊണ്ടാണ് കിട്ടിയത്. പ്രീസെയിൽ കളക്ഷനാണ് യഥാർത്ഥത്തിൽ ആ പടത്തിനെ ഈ ഒരു രീതിയിൽ കളക്ഷൻ എത്തിച്ചത്. അല്ലെങ്കിൽ ആ പടം ഈ ഒരു കളക്ഷൻ്റെ അയലത്ത് വരുന്നില്ല. അന്നേരം ഇത് ലോക 2 നല്ല കണ്ടന്റ് കൂടെ ആണെങ്കിൽ, ഞാൻ എടുത്തു പറയുന്നത് നല്ല കണ്ടന്റും നല്ല മേക്കിംഗ് കൂടെ ആണെങ്കിൽ, അവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിനെ അഭൂതപൂർവമായ വിജയമാക്കി മാറ്റാൻ ലോക 2. എന്തായാലും ആ ടീമിന് ഫുൾ കൺഗ്രാറ്റ്സ്. പ്രത്യേകിച്ചും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ ദുൽഖറിന് 30 കോടി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നമ്മൾ പറയും. പക്ഷേ അത് മുടക്കുന്നവർക്കറിയാം അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എന്നാലും 30 കോടി മുടക്കിയ ടീമിനെ വിശ്വസിച്ച ദുൽഖറിനും അഭിനന്ദനങ്ങൾ. ടീമിന് മൊത്തത്തിൽ, ക്രൂ മെമ്പേഴ്സിന് മൊത്തത്തിൽ, റിവ്യൂ മാസ്റ്ററിൻ്റെ വക അഭിനന്ദനങ്ങൾ. ലോക 2 ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.